പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി. ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി കൊച്ചി നാവികസേന താവളത്തിലെത്തിയത്. തുടർന്ന് റോഡ് മാർഗം എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിരിക്കും. ഗസ്റ്റ് ഹൗസിൽ വിശ്രമിച്ച ശേഷം നാളെ തൃശ്ശൂരിലേക്ക് പോകും. നാളെ ഉച്ചയോടുകൂടി തിരുവനന്തപുരം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ സംയുക്ത തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലൊക്കെ തന്നെയും പ്രധാനമന്ത്രി പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി നേവൽ ബേസിന് സമീപത്ത് നിന്ന് കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, പ്രധാനമന്ത്രി ഇപ്പോൾ കേരളത്തിലെത്തിയിരിക്കുകയാണ്. കൊച്ചിയിലാണ് അദ്ദേഹം ഇന്ന് എത്തിയിട്ടുള്ളത്. നിലവിൽ ഇനിയുള്ള പരിപാടികൾ എന്തൊക്കെയാണ്? പ്രധാനമായും അദ്ദേഹം ഗസ്റ്റ് ഹൗസിലേക്ക് പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിഷ്ണു, പ്രധാനമന്ത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങി അദ്ദേഹം ഇവിടെ എത്തി എന്നുള്ളൊരു വിവരമാണ് ഏറ്റവും ഒടുവിലായിട്ട് പങ്കുവെക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം കൊച്ചിയിലെ നാവികസേനയുടെ വിമാനത്താവളത്തിലേക്ക് ഹെലികോപ്റ്റർ മാർഗം എത്തും. ഇവിടെ നിന്നും റോഡ് മാർഗമാണ് അദ്ദേഹം എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്ക് പോവുക. ഇന്ന് രാത്രി മുഴുവനും അദ്ദേഹം എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് തങ്ങുന്നത്. അതിനുശേഷം നാളെ രാവിലെ ഇവിടെ നിന്നും ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്ത് നടക്കുന്ന BJPയുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കും. ഇതാണ് നാളെ നടക്കുന്ന ആദ്യത്തെ ഒരു പ്രധാന പരിപാടി. അതിനുശേഷം അദ്ദേഹം പിന്നീട് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലാണ് മറ്റൊരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ കൂടി പങ്കെടുക്കുന്നത്. ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പടികവാതിക്കൽ എത്തിയിരിക്കുന്ന ഒരു സമയത്താണ് പ്രധാനമന്ത്രിയുടെ വീണ്ടും കേരള സന്ദർശനം ഉണ്ടായിരിക്കുന്നത്. വിപുലമായ പരിപാടികൾ തന്നെ, പ്രത്യേകിച്ച് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിപുലമായ രാഷ്ട്രീയ പരിപാടികൾ തന്നെയാണ് കേരളത്തിൽ BJP സംഘടിപ്പിച്ചിരിക്കുന്നത്. കിരൺ, ഒപ്പം തന്നെ വളരെയധികം ശക്തമായ ഒരു സുരക്ഷ ഇപ്പോൾ തന്നെ ഏർപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നാളെയും വരും ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായൊരു സുരക്ഷ ഏർപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയല്ലേ ഉള്ളത്? തീർച്ചയായിട്ടും വിഷ്ണു, ഈ 2 ദിവസങ്ങളിൽ, അതായത് ഇന്നും നാളെയുമായിട്ടാണ് പ്രധാനമന്ത്രി കൊച്ചിയിൽ ഉള്ളത്. ഈ സമയത്ത് വലിയൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം കടന്നു പോകുന്ന നേവൽ ബേസ് തൊട്ട് എറണാകുളം ഗസ്റ്റ് ഹൗസ് വരെയുള്ള ഭാഗങ്ങളിലെ പ്രധാന റോഡുകളിലെല്ലാം തന്നെ ഗതാഗത നിയന്ത്രണം തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ പോലീസ് വ്യക്തമാക്കിയതനുസരിച്ചിട്ടാണെങ്കിൽ രാത്രി 9 മണി മുതൽ 11 മണി വരെ എന്നുള്ളൊരു സമയം തന്നെയായിരുന്നു ഈ ഗതാഗത നിയന്ത്രണത്തിനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ നിന്ന് വന്നിറങ്ങുന്നത് കൊച്ചിയിലെ നാവികസേനയുടെ വിമാനത്താവളത്തിലാണ്. അവിടെ നിന്നും റോഡ് മാർഗം അദ്ദേഹം കടന്നു പോകുന്ന വഴിയാണ് ഈ തേവരയിലുള്ള ജംഗ്ഷനാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെയെല്ലാം തന്നെ വലിയൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസും ഒപ്പം തന്നെ SPGയും അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. വാഹനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി തന്നെ റോഡുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ പ്രത്യേകിച്ച് ഈ പശ്ചിമ കൊച്ചി ഭാഗങ്ങളിലേക്ക് പോകുന്ന, എറണാകുളം നഗരത്തിൽ നിന്ന് ഈ പശ്ചിമ കൊച്ചിയുടെ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഇത് വഴിതിരിച്ച് വിടുകയാണ്. നാളെ രാവിലെയും പ്രധാനമന്ത്രി ഇവിടെ ഉള്ളതുകൊണ്ടും അദ്ദേഹം ആലത്തൂരിലേക്ക് അടക്കം യാത്ര ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നാളെയും രാവിലെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്താണ് രാവിലെ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. BJPയുടെ ഈ കൺവെൻഷനിൽ അദ്ദേഹം നാളെ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാവിലെ അതായത് കൊച്ചിയിൽ അദ്ദേഹം തങ്ങുന്ന സമയത്ത് മുഴുവനും തന്നെ നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിലെല്ലാം തന്നെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിയിലെ പരിപാടി കഴിഞ്ഞാൽ ഈ കുന്നംകുളത്തെ പരിപാടി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം ആറ്റിങ്ങലിലേക്കാണ് പോകുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലാണ് മറ്റൊരു തെരഞ്ഞെടുപ്പ് പരിപാടി നടക്കുന്നത്. കിരൺ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടുതൽ ആവേശം പകരാൻ തന്നെയാണ് പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിൽ എത്തുക എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നിരുന്നാൽ കൂടിയും ഒരുപക്ഷെ ഈ ഒരു അവസരത്തിൽ ഈ രാത്രി വൈകിയും അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിൽ എത്തുകയാണ്. ഉടൻ തന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകും. ഇന്ന് രാത്രി എന്തെങ്കിലും സുപ്രധാനമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മീറ്റിങ്ങുകൾ അത്തരത്തിലെന്തെങ്കിലും ഉണ്ടാകുന്നതായി അറിയാൻ സാധിക്കുന്നുണ്ടോ? വിഷ്ണു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ഈ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സന്ദർശനം
കേരളത്തിൽ വീണ്ടും ഉണ്ടാവുന്നത്. കഴിഞ്ഞ സമയങ്ങളിലെല്ലാം തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ യാത്ര ഈ ജനുവരി മുതൽ ഉള്ള തന്നെ കേരള സന്ദർശനങ്ങൾ തന്നെ നോക്കിയാൽ മതി. വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ സന്ദർശനം ഉണ്ടാവുകയും ആ സമയത്ത് വിപുലമായ പരിപാടികൾ തന്നെയാണ് BJP സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് ഈ എറണാകുളം ജില്ലയിൽ ഈ കൊച്ചിയിൽ തന്നെ വലിയ ഒരു പടുകൂറ്റൻ റോഡ് ഷോ നടന്നിട്ട് ഏതാനും മാസങ്ങൾ, അതായത് ജനുവരി മാസത്തിലാണ് ഈ റോഡ് ഷോ നടന്നത്. അതിന് തൊട്ടു മുൻപായിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിട്ടായിരുന്നു തൃശ്ശൂരിൽ വെച്ച് മഹിളാ ശക്തി സംഗമത്തിൽ BJPയുടെ ഈ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തത്. ഇങ്ങനെ എല്ലാ വിപുലമായ ഒരു പരിപാടി, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ഈ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികൾ തന്നെയാണ് BJP സംസ്ഥാനത്ത് സംഘടിപ്പിച്ചിരുന്നത്. കഴിഞ്ഞിടക്ക് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വന്നതിന് ശേഷമാണ് അദ്ദേഹം പാലക്കാട് അവിടുത്തെ BJP NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള C. കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പാലക്കാട് സന്ദർശനം നടത്തുന്നത്. ആ സമയത്തും വിപുലമായിട്ടുള്ള ഒരു ലക്ഷക്കണക്കിന് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ അന്നും BJP സംഘടിപ്പിച്ചിരുന്നു. ഏതായാലും BJP പ്രവർത്തകർക്കും ഒപ്പം വലിയ രീതിയിൽ തന്നെ ഒരു ആവേശം പകരുന്നതാണ് പ്രധാനമന്ത്രിയുടെ വീണ്ടുമുള്ള യാത്ര. ഇനി ഏതായാലും ദിവസങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിന് വേണ്ടി നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം അത് BJPയെ സംബന്ധിച്ച് വലിയ രീതിയിൽ തന്നെ, അത് രാഷ്ട്രീയമായിട്ട് വലിയ രീതിയിൽ തന്നെ ആവേശം പകരുന്നതായിരിക്കും. കിരൺ തുടരുക. ഇപ്പോൾ കൊച്ചി ഗസ്റ്റ് ഹൗസിൽ നിന്നും ബീന റാണി കൂടി ചേർന്നുണ്ട്. ബീന, ഒരുപക്ഷെ ഇത്തരത്തിൽ പ്രധാനമന്ത്രി കേരളം കാത്തിരിക്കുകയാണ്, പ്രധാനമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി നാളെ നിരവധി പരിപാടികളുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ സുരക്ഷകളൊക്കെ എത്രത്തോളമാണ് പുരോഗമിക്കുന്നത്? വിഷ്ണു, തീർച്ചയായും അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. അവിടുന്ന് അദ്ദേഹം ഹെലികോപ്റ്റർ മുഖേന നാവിക വിമാനത്താവളത്തിലെത്തും. അവിടുന്ന് റോഡ് മാർഗമാണ് എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇത് രണ്ടാം വട്ടമാണ് പ്രധാനമന്ത്രി കേരളത്തിലോട്ട് എത്തുന്നത്. നാളെ രാവിലെ 9 മണിയോടെയാണ് അദ്ദേഹം ഇവിടെ നിന്ന് കുന്നംകുളത്തേക്ക് പുറപ്പെടുക. കുന്നംകുളത്ത് 11 മണിക്ക് പൊതുപരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. അവിടെ ആലത്തൂർ, തൃശൂർ, പൊന്നാനി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഈ പൊതു സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് തിരക്കിട്ട പ്രചാരണ പരിപാടികളുമായി പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. പ്രത്യേകിച്ചും കേരളത്തിലെ BJP പ്രവർത്തകർ വളരെ ആവേശത്തോടെയാണ് അദ്ദേഹത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. പ്രധാനമന്ത്രി രാജ്യത്തുടനീളം നടത്തിയ പ്രചരണ പരിപാടികളിലെല്ലാം തന്നെ വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പ്രത്യേകിച്ച് ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കിയ ഒരു ദിവസം കൂടിയാണ്. ആ പ്രകടന പത്രികയിൽ അദ്ദേഹം വീണ്ടും മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള മുദ്രാവാക്യം ആവർത്തിച്ചിട്ടുണ്ട്. രാജ്യത്തെ പ്രധാനപ്പെട്ട, അതായത് യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ, ഒപ്പം തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവർ എന്നിവരുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടുന്ന പദ്ധതികളെല്ലാം തന്നെ പ്രകടന പത്രികയിലുണ്ട്. നേരത്തെയും പ്രകടന പത്രിക നടപ്പാക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് BJP തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകടന പത്രിക പുറത്തിറക്കിയ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഈ സന്ദർശനത്തിനും പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്തതിനും വളരെ അധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. നേരത്തെ 2 തവണ അദ്ദേഹം തൃശ്ശൂര് ഇതിനു മുമ്പ് എത്തിയിട്ടുണ്ട്. ഒന്ന് മഹിളാ സംഗമത്തിനും ഒപ്പം തന്നെ തൃശ്ശൂരെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനും തൃപ്രയാർ ക്ഷേത്ര സന്ദർശനത്തിനുമായിട്ടാണ് പ്രധാനമന്ത്രി നേരത്തെ എത്തിയിട്ടുള്ളത്. എന്തായാലും കരുവന്നൂർ സഹകരണ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ED റെയ്ഡും ഒപ്പം തന്നെ CPM നേതാക്കളെ ചോദ്യം ചെയ്യലും ഉൾപ്പെടെ നടക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ വരവ് എന്നതും വളരെ ശ്രദ്ധേയമാണ്. ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് സഹായകമാകുന്ന രീതിയിലാണ് ആലത്തൂർ മണ്ഡലം ഉൾപ്പെടുന്ന കുന്നംകുളത്ത് പ്രധാനമന്ത്രി സംസാരിക്കാൻ എത്തുന്നത്. തൃശ്ശൂര് കുന്നംകുളത്ത് ചെറുവത്തൂർ ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടിക്ക് ശേഷം അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി വീണ്ടും തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കും. തിരുവനന്തപുരത്ത് കാട്ടാക്കട സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലാണ് അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുക. തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളും അവിടെ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം നാവിക വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഗസ്റ്റ് ഹൗസിലേക്ക് തിരിക്കും. ഗസ്റ്റ് ഹൗസിൽ നിന്ന് നാളെ രാവിലെ 9 മണിക്കാണ് അദ്ദേഹം പൊതുപരിപാടി നടക്കുന്ന കുന്നംകുളത്തേക്ക് യാത്രയാകുന്നത്. തിരുവനന്തപുരം, തൃശ്ശൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് രാത്രി 9 മണി മുതൽ 11 മണി വരെ ഗതാഗത നിയന്ത്രണം. ഒപ്പം
അതോടൊപ്പം തന്നെ നാളെ രാവിലെ 9 മണി മുതൽ 11 മണി വരെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന റോഡുകളായ തേവര, MG റോഡ്, ഹൈക്കോടതി ജംഗ്ഷൻ തുടങ്ങിയവിടങ്ങളിലെല്ലാം തന്നെ പോലീസ് സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്.